അബ്രഹാമ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗിയറിനെ കുറിച്ചാണ്. ഉണ്ട്. ഇപ്പോഴേ ഗിയർ ലിവർ കിടക്കുന്നത് തേർഡ് ഗിയറിനും ഫോർത്ത് ഗിയറിനും ഇടയിലാണ്. അപ്പം ന്യൂട്രലാണ്. അപ്പം ന്യൂട്രലാണോ എന്ന് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ, ഒരു ഗിയർ മുൻപിലോട്ടും ഒരു ഗിയർ പുറകിലോട്ടും ഉണ്ടെങ്കിൽ ഇടയ്ക്കുള്ളത് എന്താണ്? വെരി ഈസി. ഇത് ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ഇതാണ് അതിൻ്റെ സിസ്റ്റം. ഒരു ഗിയർ മുൻപിലോട്ട്, ഏത് ഗിയറായി? തേർഡ് ഗിയർ. ഒരു ഗിയർ പുറകിലോട്ട്, ന്യൂട്രലായി. ഇപ്പോഴെന്തായി? ഫോർത്ത്. അപ്പം തേർഡ്, ന്യൂട്രൽ, ഫോർത്ത് ചെയ്താണ് അങ്ങനെ. ഇടത്തേ കൈയുണ്ട്, ഇടത്തേ കൈയുടെ തള്ള വിരലുണ്ട്, സോറി മറ്റേ വിരലുണ്ട്. തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, തേർഡ്. പിടിയില്ല ഒന്നുകൂടെ ന്യൂട്രലാക്കും. അപ്പം നമ്മൾ ന്യൂട്രലാണോ എന്ന് അറിയുമ്പോൾ നമ്മൾ ഗിയർ ലിവറിൽ കൈ വെച്ചിട്ട് ഗിയർ ലിവറിനെ ഇടത്തോട്ടോ വലത്തോട്ടോ തള്ളരുത്. അങ്ങനെ തള്ളിയാൽ കണ്ട ഈ സൈഡിൽ കൊണ്ടിട്ട് എന്ത് വീഴില്ല? ഗിയർ വീഴില്ല. കണ്ട. അപ്പം നമ്മളിതിൻ്റെ ഒരു കറക്റ്റ് വേ ഉണ്ട്. ഗിയർ ലിവർ എങ്ങനെ കിടക്കുന്നു, ഏത് വണ്ടിയാണെങ്കിലും ഗിയർ ലിവർ കിടക്കുന്നത് പോലെ മുൻപിലോട്ടിടുമ്പോൾ തേർഡ് ഗിയർ, പുറകിലോട്ടിടുമ്പോൾ ഫോർത്ത് ഗിയർ. കണ്ടോ? ആയി, ക്ലിയറായി. രണ്ടാമത് ന്യൂട്രലാണെങ്കിൽ ഗിയർ ലിവറിനെ ഇടതുവശത്തോട്ട് ഇങ്ങനെ തള്ളാൻ പറ്റും. ഇതിനെ നമ്മൾ പറയുന്നവർ ഷിഫ്റ്റ് ചെയ്യുക എന്നാണ്. കണ്ടോ? ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു, കൈവിട്ടു. അതുപോലെ വലത്തോട്ടും ഷിഫ്റ്റ് ചെയ്തു, കണ്ടോ? കൈവിട്ടു. അങ്ങനെ ഇടത്തോട്ടും ഈ ഒരു സൗണ്ട് കേൾക്കണേ, വലത്തോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇടയ്ക്കുള്ള എന്താണ്? ന്യൂട്രലാണ്. മനസ്സിലായി? അപ്പോൾ തേർഡ് ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യൂ, ന്യൂട്രൽ. ഇടത്തോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്യൂ. ഓക്കെ, ന്യൂട്രൽ. കൈ വിടരുത്, കൈ അതിൽ തന്നെ ഇരിക്കണം. അങ്ങനെ 5 പ്രാവശ്യം പെട്ടെന്ന് ഉടൻ ചെയ്യൂ. മതി. അതുപോലെ വലത്തോട്ട്. മതി. അതിൽ അമ്പലത്തിൽ മണിയടിക്കും പോലെ അടിക്കരുത്, ഒരു മയത്തിന്. കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഷിഫ്റ്റ് കണ്ടത്, കണ്ട, ഇടത്തോട്ട് കൊണ്ടുവന്ന് ഷിഫ്റ്റ്. എപ്പോഴും സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യാനുള്ളത്. പിടിയില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ എങ്ങനെ ഇടും? ഫസ്റ്റ് ഗിയർ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് മുൻപിലോട്ട്. വെരി ഗുഡ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇടാൻ ഞാൻ അഭിരാമിന് ഞാൻ പറഞ്ഞു തന്നില്ല, പക്ഷേ എൻ്റെ ഡയഗ്രാം കണ്ട് അഭിരാം സ്വയം ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇടത്തോട്ട് തള്ളി ഷിഫ്റ്റ് ചെയ്തു, എന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് മുമ്പിലോട്ടാവുന്നത് ഫസ്റ്റ് ഗിയർ. പിടിയില്ല. ഫസ്റ്റ് നിന്ന് ന്യൂട്രലാക്കുമ്പോൾ ഗിയർ ലിവറിനെ ശകലം അകത്തോട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു. പിടിയില്ല. ഫസ്റ്റ് ഗിയർ ഇടും, മുകളിലോട്ട്. ഫസ്റ്റ് നിന്ന് എങ്ങനെ ന്യൂട്രലാക്കും? ശകലം അകത്തോട്ട് പിടിച്ചുകൊണ്ട് സെൻറ്ററിൽ വരട്ട്. കണ്ട, തേർഡിനും ഫോർത്തിനും ഇടയിൽ വന്നു. അപ്പോൾ സെക്കൻഡ് എങ്ങനെ ഇടും? സെക്കൻഡ് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് പുറകിലോട്ട്. അപ്പോൾ എപ്പോഴും സെക്കൻഡ് ഇടുമ്പോൾ നോക്കിയാണ് സെക്കൻഡ് കൊണ്ടുവന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ടേ സെക്കൻഡ് ഇടാവും. ഇവിടെ ഡയറക്റ്റ് അങ്ങ് അടിച്ചിടരുത്, ഇങ്ങനെ ഇടരുത്. കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് എങ്ങനെ ന്യൂട്രലാക്കും? ശകലം അകത്തോട്ട് പിടിച്ച് സെൻറ്ററിൽ വരണം. വെരി ഗുഡ്. തേർഡ് ഗിയർ. ഓക്കെ, ഇപ്പം തേർഡ് ഗിയറിലാണ്. ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, സെക്കൻഡ്. വെരി ഗുഡ്. ന്യൂട്രൽ, വെരി ഗുഡ്. തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, ഫസ്റ്റ്, ന്യൂട്രൽ, സെക്കൻഡ്, ന്യൂട്രൽ, തേർഡ്, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ. ഫിഫ്ത്ത് ഗിയർ എങ്ങനെ ഇടും അഭിരാം? ഫിഫ്ത്ത് ഗിയർ. വെരി ഗുഡ്. ഫിഫ്ത്ത് എങ്ങനെ ന്യൂട്രലാക്കും? ന്യൂട്രൽ. വെരി ഗുഡ്. ഓക്കെ, ഫോർത്തിൽ നിന്ന് എങ്ങനെ റിവേഴ്സ് ഇടും? ഇപ്പം ന്യൂട്രലായി. അപ്പോൾ റിവേഴ്സ് എങ്ങനെ ഇടും? അത് ഫോർത്ത് ഗിയർ. റിവേഴ്സ് എങ്ങനെ ഇടും? റിവേഴ്സ് ഗിയർ. വെരി ഗുഡ്. പിന്നെ എന്തിനു ഫോർത്തിലോട്ട് പോയത്? ഓക്കെ, കൺഫ്യൂഷനായ. ഓക്കെ, ന്യൂട്രൽ. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഒരു വിരൽ കൊണ്ടാണ് നമ്മൾ ഗിയർ ഇട്ടത്. ആ ഒരു വിരൽ കൊണ്ട് ഗിയർ ഇടിപ്പിച്ചത് നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഇത് മറഞ്ഞു പോകുന്നതാണ്. ഇനി കൈ കൊണ്ട് ഗിയർ പോലെ പിടിക്കും പോലെ കൈ പിടിച്ചാൽ, യെസ്, കൈ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചാൽ, യെസ്, ഇങ്ങനെ
കറക്റ്റ്. ഓക്കെ, തേർഡ് ഗിയർ. ഓക്കെ, ന്യൂട്രൽ, ഫോർത്ത്, ന്യൂട്രൽ, സെക്കൻഡ്, ന്യൂട്രൽ, തേർഡ്. ഓക്കെ, ഇങ്ങനെ സംശയമുള്ള ഓരോ ഗിയർ ഇട്ടിട്ടാണ്. അടിപൊളിയാവട്ടെ. ഇനി അടുത്തത് നമ്മൾ കറക്റ്റ് വാഹനത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിടികിട്ടിയ. അപ്പോൾ മിസ്റ്റർ അബ്രാമേ, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്തു വെച്ച ഓരോ സെറ്റപ്പുകളാണ്, മനസ്സിലായോ? അപ്പോൾ MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രമേ ഈ ഒരു ഗിയറിൻ്റെ ഡയഗ്രാം ഉള്ളൂ. ഇന്നിപ്പോൾ ഡേറ്റ് 26ആണ്. ഏത് 26? സെപ്റ്റംബർ 26. ഇനി ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഈ ഒരു ഡയഗ്രാം വരുന്നെങ്കിലേ ഉള്ളൂ. സെപ്റ്റംബർ 26 വരെ ഈ ഒരു ഡയഗ്രാം മറ്റൊരു ഡ്രൈവിംഗ് സ്കൂളുകളിലും ഇല്ല. അങ്ങനെയുള്ള ഓരോ സംവിധാനങ്ങളും നമ്മൾ MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിടുക്കരാവും. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാനേ കഴിയൂ. പഠിച്ച കാര്യങ്ങൾ അടിപൊളിയായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പിടികിട്ടിയ? ശരി, ഓക്കെ. അപ്പോഴേ മിടുക്കനായി. അപ്പോൾ ഇനി നമ്മൾ കാറിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലോട്ട് പോവുകയാണ്.